ാകുന്നു. അപ്പോൾ മുത്തുനബിയെ അതാക്കണ്ടല്ല, നീ പറഞ്ഞ സത്യമാണ്, നീ ഖൈറിനെ എത്തിച്ചു എന്ന് ആ ഹദീസിലുണ്ട്. അപ്പോൾ മുസ്ലിം മുത്തുനബിൻ്റെ വേർപ്പിൻ്റെ ആ മഹത്വം കണ്ടറിഞ്ഞു, മനസ്സിലാക്കി. അത് മിസ്കിനേക്കാളും അമ്പറിനേക്കാളും ഏറ്റവും മണമുള്ളതായിരുന്നു. അപ്പോൾ സെൻറ്റ് ഇടൽ സുന്നത്തുണ്ട്, സെൻറ്റ് ഇടണോ മുത്തുനബി ഇട്ടിട്ടുണ്ട്. حدثنا محمد بن بشار قال حدثنا عبد الرحمن വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അൽ വസായിൽ എന്ത് രണ്ടാമത്തെ ഒദ്ദുഹനു അത്തറ് സുഗന്ധം ആരെങ്കിലും കൊടുത്താൽ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. വല്ലബനു പാല് ഇതേപോലെ സെൻറ്റ് കേട്ടിട്ട് കേൾക്കാതെ എന്തില്ല. കേട്ടിട്ട് ഇവിടെ പുതിയ നാട്ടുകളുണ്ട്. നന്നെങ്കിൽ വേണ്ടാൻ ചൊല്ല പുതിയതാ. അത് സെൻറ്റ് താഞ്ചിൽ കേക്ക് കുത്തി കാണിച്ചിട്ടുണ്ട്. അപ്പം കേൾക്കാനിട്ട് അള്ളാഹു തആല ഖൈർ ചെയ്യുമാറാകട്ടെ. ചെന്നതല്ലേ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഹദീസാണ്. എന്താണ് മുത്തുനബി പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീബുർ റിജാലി, ആണുങ്ങൾക്കുള്ള സുഗന്ധം അത് എങ്ങനത്തായിരിക്കണം? മാ ലഹറ റീഹുഹു, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ മണം പുറത്തെന്താവണം? വാസനിക്കണം, മണക്കണം, പുറത്തെന്താവണം? മണം പറഞ്ഞു. വഖഫിയ ലൗനുഹു, അതിൻ്റെ നിറം, അത് ഇട്ടെങ്കിൽ അതിൻ്റെ ആ നിറമുണ്ടല്ലേ, ആ കളർ, അത് കാണും. തീറ മണം പുറത്തു വരണം. ആരത്? ആണിടുന്ന സുഗന്ധം. അതേ സമയത്ത് ഒത്തീബുൻ നിസാഇ, പെണ്ണുങ്ങൾക്കുള്ള സുഗന്ധം, മാ ലഹറ ലൗനുഹു വഖഫിയ റീഹുഹു, അതിൻ്റെ കളർ കാണുന്നതിലേക്ക് മോശമില്ല, അത് വെളിവാവണു. അതിൻ്റെ വാസന എന്താവണു? ഖഫിയാവണം, പുറത്ത് തീറ. എന്ത്? ചിലപ്പോൾ അത്തറിൻ്റെ മണം കൊണ്ട് അവൾ പുറത്തു പോയാൽ അന്യ പുരുഷന്മാർ അവളിലേക്ക് തിരിയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് വലിയൊരു വിഷയമാണ്. പെണ്ണുങ്ങൾ അത്തറിട്ടുകൊണ്ടും സ്പ്രേ ഇട്ടുകൊണ്ടും ഇങ്ങനെ പുറത്തു പോകുന്നത് കാണും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളൊരു ഹദീസുണ്ട്, അയ്യുമാ ഇംറഅത്തിൻ, ഏതൊരു പെണ്ണ് അവൾ അത്തറിട്ട് മർറത്ത് അലാ ഖൗമിൻ, ഒരാളെ എതിരിൽ നിന്ന് അവൾ നടന്നു പോയാൽ എന്ത് ലിയജിദു റീഅഹ, അവൾക്കുള്ള മണം അവർ മണക്കാൻ വേണ്ടി